നാം ഇന്ന് പകൽക്കാലം വായിച്ച സങ്കീർത്തനം 143 സങ്കീർത്തനം. അതിൻ്റെ ഹെഡിങ് പ്രകാരം പറയുന്നത് അത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ മനോഹരമായൊരു പ്രാർത്ഥനാ ഗീതമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ വിടുതലിന് വേണ്ടിയുള്ളൊരു യാചന നമുക്കിവിടെ കാണുവാൻ കഴിയും. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ആമേൻ വിടുതൽ ലഭിച്ചതിനാൽ ദൈവ ഇഷ്ടം ചെയ്യുവാനെടുക്കുന്ന തീരുമാനത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എന്താണ് പ്രാർത്ഥന എന്ന് നാം ചിന്തിക്കുമ്പോൾ prayer is a communication with God എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ളൊരു സംഭാഷണമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. അവന്റെ മുമ്പിൽ നമ്മുടെ കുറവുകളെയൊക്കെയും പാപങ്ങളെയൊക്കെയും ഏറ്റുപറയുവാൻ കഴിയും. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെയും ചോദിക്കുവാൻ കഴിയും. നമ്മെ സൃഷ്ടിച്ചവനുമായിട്ട് സംസാരിക്കുവാൻ, ആശയവിനിമയം നടത്തുവാൻ നമുക്ക് കഴിയുന്ന കൂട്ടായ്മയാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. ഇതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, യഹോവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനകൾക്ക് ചെവി തരണമേ. നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളണമേ. ഈ സങ്കീർത്തനത്തിന്റെ പ്രാർത്ഥനയും കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയും തമ്മിൽ വളരെ വലിയ സാമ്യമുണ്ടെന്ന് നമുക്ക് കാണുവാൻ കഴിയും. സങ്കീർത്തനക്കാരനായിരിക്കുന്ന വളരെ വലിയ പ്രതിസന്ധികളുടെ നടുവിൽ നെടുവീർപ്പോടുകൂടി കടന്നു വന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വരികളെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. 1-ാം വാക്യം കർത്താവിനോട് പ്രാർത്ഥിക്കുകയും അത് കേട്ട് തന്നോട് ഉത്തരം തരയണമേ എന്ന ഒരു പ്രാർത്ഥന യാചനയാണ് നമുക്ക് ആദ്യത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഒരു ആശയവിനിമയമായിരിക്കണം. തന്റെ പ്രാർത്ഥനയിൽ കർത്താവ് തന്നോട് സംസാരിക്കുവാൻ വേണ്ടി ആഗ്രഹത്തോടും വാഞ്ചയോടും ഒക്കെയും ആയിരിക്കുന്ന ഒരു സങ്കീർത്തനക്കാരനെ പോലെ നാം പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞ് കടന്നു പോകുകയല്ല. കർത്താവേ, അങ്ങനോട് സംസാരിക്കണമേ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, എൻ്റെ യാചനകൾക്ക് മറുപടിയായി, എൻ്റെ കണ്ണുനീരിന് മറുപടിയായി അങ്ങനോട് ഉത്തരമരുളണമേ എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പ്രാർത്ഥന. അതുകൊണ്ടാണ് അതിൻ്റെ ആദ്യത്തെ വാക്യത്തിന്റെ 2-ാമത്തെ സെന്റൻസ് ഇപ്രകാരം, നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളണമേ. നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളണമേ. അങ്ങനെ ഒരു വാക്യമോട് പറയുമ്പോൾ അവിടുത്തെ വിശ്വസ്തതയാലും അവിടുത്തെ നീതിയാലും എനിക്ക് ഉത്തരമരുളണമേ. ആമേൻ, സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിക്കുമിടയെത്തിയില്ല. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അവിടെ പറയുന്ന വാചകം ഒന്ന് വായിക്കുമിടയെത്തിയില്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം. நீங்கள் ஜெபம் பண்ண வேண்டிய விதமாவது, பரமண்டங்கள் இருக்கிற எங்கள் பிதாவே, உம்முடைய நாமம் பரிசுத்தப்படுவதாக. അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ, സ്തോത്രം. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിനെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ
ഭൂമിയിലുമാക്കണമേ. Praise the Lord. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. ആമേൻ, സ്തോത്രം. അപ്പൊ സ്വർഗത്തിൽ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം, ആമേൻ, ദൈവമേ എന്നെ ഈ ഭൂമിയിൽ അങ്ങ് ആക്കി തീർക്കണമേ എന്ന്, ആമേൻ, സ്തോത്രം, നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അങ്ങനെ അവിടുത്തെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരവരുളയണമേ. കാരണം എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ ആവശ്യങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ചിന്തകളും ഒക്കെ ഒത്തിരിയുണ്ട്. പക്ഷെ അങ്ങയുടെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളുമ്പോൾ അങ്ങയുടെ ഇഷ്ടം വെളിപ്പെടുവാൻ തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും നമ്മുടെ ഇഷ്ടവും ആഗ്രഹങ്ങളും ഒക്കെയും നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ട് അത് നടത്തി തരണമേ എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അതല്ല ശരിയായ പ്രാർത്ഥന. നാം കർത്താവിനോട് പറയുകയാണ്, കർത്താവേ എൻ്റെ ആവശ്യം ഇതാണ്, പക്ഷെ അങ്ങ് വിശ്വസ്തനായ ദൈവമാ, നീതിയുള്ള ദൈവമാ, അങ്ങയുടെ ഇഷ്ടം പോലെ അതിന്മേൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, എനിക്ക് ഹല്ലേലൂയ ശ്രേഷ്ഠകരമായ ജോലി, ശ്രേഷ്ഠകരമായ പദവികൾ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. ഇതൊക്കെ നമ്മൾ ഹല്ലേലൂയ വളരെ ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് ദൈവഹിതം, ആമേൻ, ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ചോദിക്കാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എന്നില് വെളിപ്പെടണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെന്റെ ജീവിതത്തിൽ നടക്കണമേ എന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയുടെ പ്രധാന ഘടകം. ആമേൻ, ഹല്ലേലൂയ. നാം ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ ഒരു ഭവനം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന, ദൈവമേ എനിക്കൊരു ഭവനം ആവശ്യമാണ്, എന്നാൽ അങ്ങയുടെ നീതിയുടെയും വിശ്വസ്തതയുടെയും അങ്ങയുടെ ഇഷ്ടം എനിക്ക് വേണ്ടി നിറവേറപ്പെടുന്ന ഒരു ഭവനം എനിക്ക് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുവാൻ തീരണം. പ്രൈസ് ദി ലോർഡ്. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിൽ ചിന്തകളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, പദ്ധതികളുണ്ട്. ഇന്നതുപോലെ ഇന്ന സ്ഥാനത്ത് എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ എനിക്ക് ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ കർത്താവിന്റെ ഇഷ്ടം, കർത്താവിന്റെ നീതി, കർത്താവിന്റെ വിശ്വസ്തത, അതെല്ലാം അത് നമ്മുടെ മേൽ വെളിപ്പെടുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് കാര്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ അങ്ങയുടെ ഇഷ്ടം എന്റെ മേൽ നിറവേറപ്പെടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ഗ്ലോറി ടു ഗോഡ്. സങ്കീർത്തനക്കാരന്റെ ഹല്ലേലൂയ മഹത്തരമേറിയ അല്ലെങ്കിൽ വലിയ വിശ്വാസമാണ്. ആമേൻ, ഹല്ലേലൂയ. അവനൊരു വിശ്വാസമുണ്ട്. ഒന്ന്, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നൊരു വിശ്വാസം. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമല്ല, ആ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടെന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വളരുവാനിടയായിത്തീരണം. വെറുതെ പ്രാർത്ഥിച്ച് ആമേൻ എണ്ണിച്ചു പോകുവാനല്ല. ആമേൻ, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന് ആമേൻ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഉറപ്പോടെ പറയുവാൻ കഴിയുന്നുണ്ട്? എത്ര പേര് ധൈര്യത്തോടെ പറയുവാൻ കഴിയുന്നുണ്ട്? ആ പിതാവുമായിട്ട് എത്ര പേർക്കൊരു ബന്ധമുണ്ട്? ആ പിതാവിനോട് എത്ര പേർക്ക് സംസാരിക്കുവാൻ കഴിയുന്നുണ്ട്? പിതാവേ, എൻ്റെ വിഷയങ്ങൾ ഇന്നത്, എന്നാൽ അതിനേക്കാൾ വലിയ എൻ്റെ പിതാവ് എന്നെ അറിയുന്ന ദൈവമാ, എന്നെ നടത്തുന്ന ദൈവമാ, എനിക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന ദൈവമാ, സകല വിഷയങ്ങളിലും പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാ. ആ പിതാവിന് എന്നെ വഴി നടത്തുവാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം അവൻ നിങ്ങളുടെ പ്രാർത്ഥന വെളിപ്പെടുമ്പോൾ അതാണ് പ്രാർത്ഥനയുടെ ശക്തി. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ആമേൻ, ഹല്ലേലൂയ, എൻ്റെ അവസ്ഥ അറിഞ്ഞ് എനിക്ക് വേണ്ടി നീതി വെളിപ്പെടുത്തുന്ന ഒരു പിതാവാണ് എന്നുള്ളൊരു ധൈര്യമുണ്ടല്ലോ. ഗ്ലോറി ടു ഗോഡ്.
Glory to God. എൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് എനിക്ക് വേണ്ടി നീതി വെളിപ്പെടുത്തുന്ന ഒരു പിതാവ് ഉണ്ടെന്നുള്ളൊരു ധൈര്യം. ആമേൻ, സ്തോത്രം. ആ ധൈര്യം പ്രാപിക്കുവാൻ നമുക്കിടയായി തീരണം. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ അവസ്ഥകളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്നൊരു പിതാവാണ് എൻ്റെ ദൈവം എന്നുള്ളൊരു ധൈര്യം പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലം ഇടയായി തീരണം. ആമേൻ. അതുകൊണ്ടാണ് ആമേൻ, ഹല്ലേലൂയ, കലങ്ങിയ കണ്ണുകളുമായിട്ട് നെടുവീർപ്പുമായിട്ട് ഭാരത്തോടെയും പ്രയാസത്തോടെയും കടന്നു വന്ന ആരെയും ദൈവം വൃഥാവായി മടക്കി അയക്കുന്ന ദൈവമല്ല. പിന്നെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമായിരിക്കുന്നവൻ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഹൃദയ നുറുക്കത്തോട് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നവര്, മനസ്സ് തകർന്ന് കടന്നു വന്നിരിക്കുന്നവര്, ആമേൻ, ഹല്ലേലൂയ, തള്ളിക്കളയുന്ന ദൈവമല്ല, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമായ ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെയുള്ളത്. Glory to God. Glory to God. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ആ 143 സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കുമെന്റെ തീരാം. ജീവനുള്ള ഒരുവനും ഉമക്ക് മുൻപാக നീതിമാൻ അല്ലാതതിനാലേ അടിയനെ ന്യായം തീർക്ക പ്രവേശിയാതെയും. അടിയനെ ന്യായവിസ്ഥാനത്തിൽ പ്രവേശിപ്പിക്കരുത്. ജീവനുള്ളവനാരും തിരുസന്നിധിയിൽ നീതിമാനാകുകയില്ലോ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, മറ്റുള്ള വാക്യങ്ങൾ 3 മുതൽ അങ്ങോട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ ശത്രുക്കളെ കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ താൻ ദൈവത്തോട് യാചിക്കുന്നതിന് മുമ്പായിട്ട് തന്റെ വിഷയം പറഞ്ഞ ദൈവത്തോട് ഒരു ക്രമീകരണം വരുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു സങ്കീർത്തനക്കാരൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി, ആരാധിക്കുന്നതിന് മുമ്പായി ദൈവസന്നിധി സ്വയം ക്രമീകരണം വരുത്തുന്ന, ആമേൻ, ഹല്ലേലൂയ, ഏലിയാവിനെ പോലെ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തെ പുതുക്കി പണിത് ക്രമീകരിച്ച് അതിന്മേൽ യാഗമർപ്പിക്കുവാനിടയെ തീർന്നപ്പോഴാ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി അതിനെയും യാഗവസ്തുക്കളെയും ദഹിപ്പിക്കുമെന്നൊക്കെ ഇടയാക്കി തീർത്തതുപോലെ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ മറുപടി ലഭിക്കണമെങ്കിൽ, നമ്മുടെ ആരാധനയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുവാനിടയെ തീരണമെങ്കിൽ നമ്മെ തന്നെ ആദ്യമായി ക്രമീകരിക്കുമെന്നൊക്കെ ഇടയെ തീരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ സങ്കീർത്തനക്കാരൻ ആമേൻ, ഹല്ലേലൂയ, തന്റെ വിഷയം ആമേൻ, ഹല്ലേലൂയ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ക്രമീകരണം വരുത്തുക. അതുകൊണ്ടാണ് അവിടെ വായിച്ചത്, അടിയനെ ന്യായവിസ്ഥാനത്തിൽ പ്രവേശിപ്പിക്കരുത്, ജീവനുള്ളവനാരും തിരുസന്നിധി നീതിമാനാകില്ലല്ലോ. ആ വാക്യത്തിന്റെ അർത്ഥം എന്താ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമേ, ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ എന്നെ തന്നെ നോക്കുമ്പോൾ ഞാൻ കുറ്റമില്ലാത്തവനാ, കുറവില്ലാത്തവനാ, ആമേൻ, തെറ്റുകുറ്റങ്ങളില്ലാത്തവനാ, നീതിമാനാന്നൊക്കെയും എനിക്ക് തോന്നും. പക്ഷെ അങ്ങയുടെ കാഴ്ചയിൽ, ആമേൻ, ഹല്ലേലൂയ, അങ്ങയുടെ ദൃഷ്ടിയിൽ ഞാൻ പാപിയായ വ്യക്തിയാ, ഞാൻ കുറ്റമുള്ള വ്യക്തിയാ, ഞാൻ തെറ്റുള്ള വ്യക്തിയാ. പ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ആമേൻ പ്രാർത്ഥനയിൽ ദൈവത്തോട് പറയുകയാ, ആമേൻ, ഹല്ലേലൂയ, എന്നെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുത്. Glory to God, glory to God, hallelujah. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നവന് ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുവെന്നും നാം അറിയുന്നു. ആമേൻ, സ്തോത്രം. അപ്പം നമുക്ക് നമ്മെ തന്നെ സ്വയം പരിശോധന കൂടാതെ ദൈവത്തോടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുവാനിടയെ തീരുകയില്ല. ആമേൻ, പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ, ആമേൻ, ഹല്ലേലൂയ, ഒത്തിരി കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, പാപ സ്വഭാവങ്ങളുണ്ട്, ജഡത്തിന്റെ കുറവുകളുണ്ട്, ചിന്തകളുണ്ട്, ആമേൻ, ഇതൊക്കെയും ആമേൻ ദൈവത്തിൽ നിന്നെ അകറ്റുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി, മറുപടിക്ക് തടസ്സമായി ഇതൊക്കെ ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ക്രമീകരണം വരുത്തുമെന്നൊക്കെ നമ്മുടെ തീരും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മിലേക്ക് തന്നെ നമ്മുടെ കണ്ണൊന്ന് ഓടിച്ചില്ലെങ്കിൽ അത് ക്രിസ്തീയ ജീവിതത്തിന്റെ വലിയ പരാജയത്തിലേക്ക് അത് കൊണ്ടെത്തിക്കുമെന്ന് തീരും. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കർത്താവ് പറഞ്ഞ ഉപമയാണ്. ആമേൻ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള നല്ല വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അവൻ പരീശനായ ഒരു മനുഷ്യനും ചുങ്കക്കാരനായ ഒരു മനുഷ്യനും അവൻ ദേവാലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുവാൻ ഏറ്റുതരാം. அன்றியும் தங்களை நீதிமான்கள் என்று நம்பி மற்றவர்களை அற்பமாய் எண்ணின சிலரை குறித்து அவர் ஒரு உவமையை சொன்னார். 2 மனுஷர் ஜெபம் பண்ணும்படி தேவாலயத்துக்கு போனார். ஒருவன் பரிசேயன் என்று, தேவனே, நான் பரிகாரர், அநியாயக்காரர், விபச்சாரக்காரர் ஆகிய மற்ற மனுஷரை போலவும் இந்த ஆயக்காரனை போலவும் இராததினால் உம்மை ஸ்தோத்திரிக்கிறேன். வாரத்தில் 2 தரம் உபவாசிக்கிறேன். என் சம்பாத்தியத்தில் எல்லாம் தசமபாகம் செலுத்தி வருகிறேன் என்று தனக்குள்ளே ஜெபம் பண்ணினான். ஆயக்காரன் தூரத்திலே நின்று தன் கண்களையும் வானத்துக்கு ஏறெடுக்க துணியாமல் தன் மார்பிலே அடித்துக் கொண்டு, தேவனே, பாவியாகிய என் மேல் கிருபையாயிரும் என்றான். அவன் அல்ல, இவனே நீதிமானாக்கப்பட்டவனாய் தன் வீட்டுக்கு திரும்பி போனான் என்று உங்களுக்கு சொல்லுகிறேன். ஏனெனில் தன்னை உயர்த்துகிறவன் எவனும் தாழ்த்தப்படுவான், தன்னை தாழ்த்துகிறவன் உயர்த்தப்படுவான் என்றார். ഹല്ലേലൂയ. നമുക്കിവിടെ കാണുവാൻ കഴിയും, തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്നവരെ കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു ഒരു ഉപമ പറയുന്നത് അവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. 2 മനുഷ്യർ ഇവിടെ പ്രാർത്ഥിക്കുവാനായി വേണ്ടി ദേവാലയത്തിൽ ഒരുവനിടയെ തീർന്നു. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ദൈവത്തോട് പിടിച്ചു പറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകിയാൽ നിന്നെ വാഴ്ത്തുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്ത ഇതുപോലാണോ? ഞാൻ ഇന്നവരെ പോലല്ല എന്നൊക്കെ പറഞ്ഞ ദൈവസന്നിധി നമ്മളെ നീതിമാന്മാരാകുവാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ ഇന്നവരെ പോലെ പിടിച്ചു പറിക്കാരനോ അല്ലെ നീതികെട്ടവനോ വ്യഭിചാരിയോ ഒന്നുമല്ല, ഈ കൂടെ ഇരിക്കുന്ന ഇവനെ ചുങ്കക്കാരനെ പോലെയും അല്ല എന്നൊക്കെ പറഞ്ഞ് നാം നീതിമാനാകുവാൻ ശ്രമിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ പറയുക, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദശാംശം എല്ലാത്തിനും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. ഇതൊക്കെ പറഞ്ഞ ദൈവസന്നിധി നീതിമാനാകുവാൻ സ്വയം ശ്രമിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ചുങ്കക്കാരൻ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുമ്പോലും നോക്കുവാൻ കഴിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ, ആമേൻ, നമുക്ക് കാണുവാൻ കഴിയും, ആരാ അവിടെ നീതീകരിക്കപ്പെട്ടവനായിട്ട് പോകുവാനിടയെ തീർന്നത്? അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമുക്ക് കാണുവാൻ കഴിയും, മറ്റവൻ അങ്ങനല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മെ തന്നെ കാണുവാൻ, നമ്മെ തന്നെ പരിശോധിക്കുവാൻ പ്രാർത്ഥനയിൽ നമുക്ക് കഴിയണം. ദൈവത്തോട് പറയണം, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന കുറവുകൾ, ഇന്ന തെറ്റുകൾ, ഇന്ന വിഷയങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ദൈവമേ, അതിനോട് ക്ഷമിച്ച് എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളുമാറാകണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, മനുഷ്യരുടെ മുൻപിൽ ഞാൻ നീതിമാനാണെന്ന് തോന്നിയാലും ദൈവത്തിന്റെ മുൻപിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് ദൈവമേ എനിക്കറിയാം. ആരും തിരുസന്നിധിയിൽ നീതിമാനാകുകയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്.
മനുഷ്യരുടെ മുൻപിൽ ഞാൻ നീതിമാനാണെന്ന് എനിക്ക് തോന്നും, എന്നാൽ ദൈവസന്നിധിയിൽ ആമേൻ സ്തോത്രം നാം നോക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഞാൻ കുറ്റക്കാരനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നത്, അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുത്. ജീവനുള്ളവനാരും തിരുസന്നിധി നീതിമാനാകയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കണേ തരാം. ജോബ് ചാപ്റ്റർ 25 വേഴ്സ് 4 to 6. எப்படி இருக்க மனுஷன் தேவனுக்கு முன்பாக நீதிமானாய் இருப்பது எப்படி? ஸ்திரீயினிடத்தில் பிறந்தவன் சுத்தமாய் இருப்பது எப்படி? சந்திரனை அண்ணாந்து பாரும், அதுவும் பிரகாசியாமல் இருக்கிறது. நட்சத்திரங்களும் அவர் பார்வைக்கு சுத்தமானவைகள் அல்ல. புழுவாயிருக்கிற மனிதனும் பூச்சியாயிருக்கிற மனுபுத்திரனும் எம்மாத்திரம் என்றான். അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ അങ്ങനെ പ്രാർത്ഥിക്കുമിടയെ തീർന്നത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും? സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ആമേൻ. നമുക്ക് കാണുവാൻ കഴിയും, ചന്ദ്രന് പോലും ശോഭയില്ലല്ലോ. ദൈവത്തിന്റെ സന്നിധിയിൽ ചന്ദ്രൻ പോലും ശോഭയില്ലാത്തത് നമുക്ക് കാണുവാൻ കഴിയും. നക്ഷത്രങ്ങളും തൃക്കണ്ണിന് ശുദ്ധിയുള്ളവനല്ല. പിന്നെ പുഴുവായിരിക്കുന്ന മർത്യനും കൃമിയായിരിക്കുന്ന മനുഷ്യനും എങ്ങനെ? ആമേൻ സ്തോത്രം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനേക കുറവുകൾ, കുറ്റങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, പാപസ്വഭാവങ്ങളൊക്കെയും നമ്മൾ കടന്നു വരുവാൻ തീരും. എന്നാൽ ഹല്ലേലൂയ അതിനെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ക്രമീകരണം പ്രാപിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ആ പ്രാർത്ഥന സ്വർഗം കേൾക്കുവാൻ തീരുകയുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 130-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആര് നിലനിൽക്കും? പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. സഭാപ്രസംഗിൽ 7:20 ഇപ്രകാരം പറയുന്നുണ്ട്, പാപം ചെയ്യാതെ നമ്മെ മാത്രം ഹല്ലേലൂയ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. റോമാലേഖനം 3-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ദൈവസന്നിധി വായിക്കുവാൻ തീരാ. റോമാലേഖനം 20-ാം അധ്യായം 3-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. பாவத்தில் அறிகிற அறிவு நியாயப்பிரமாணத்தினால் வருகிறபடியால் எந்த மனுஷனும் நியாயப்பிரமாணத்தின் கிரியைகளினாலே தேவனுக்கு முன்பாக நீதிமானாக்கப்படுவதில்லை. இப்படி இருக்க நியாயப்பிரமாணம் இல்லாமல் தேவ நீதி வெளியாக்கப்பட்டிருக்கிறது. அதை குறித்து நியாயப்பிரமாணமும் தீர்க்க தரிசனங்களும் சாட்சியிடுகிறது. அது இயேசு கிறிஸ்துவை பற்றும் விசுவாசத்தினாலே பலிக்கும் தேவ நீதியே. விசுவாசிக்கிற எவர்களுக்குள்ளும் எவர்கள் மேலும் அது பலிக்கும் வித்தியாசமே இல்லை. നമുക്കവിടെ കാണുവാൻ കഴിയും. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തോടെ ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണം പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്ന ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമത്രേ നീതീകരിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുമെന്നൊക്കെ ഉടമ്പടിയെ തുറന്നു. ഇങ്ങനെയുള്ള മനുഷ്യരെ രക്ഷിക്കുവാനാണ് യേശു ക്രൂശിൽ മരിക്കുവാൻ തുറന്നത്.
ഹല്ലേലൂയ. ഇപ്പോൾ അവന് വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായിട്ടാണ് ഇത് ലഭിക്കുമെന്നൊക്കെ വണ്ണമടിയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ നീതീകരിക്കപ്പെട്ടവരെ തീരുവെന്നൊക്കെ വണ്ണം, വീണ്ടെടുക്കപ്പെട്ടവരെ തീരുവെന്നൊക്കെ വണ്ണം, തെരഞ്ഞെടുക്കപ്പെടുമെന്നൊക്കെ വേണ്ടിയാക്കിയത് ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയായി തീരാം. സ്തോത്രം. ഹല്ലേലൂയ. 143 സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിന്റെ 4-5 വാക്യങ്ങൾ ഇവിടെ പ്രകാരം പറയുന്നത്: യഹോവേ, നീ മുഴുവനും അറിയാതെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. 143 4-5. ആകയാൽ എന്റെ മനം എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 3-ാം വാക്യം: ശത്രു എന്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു, അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു. പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. ആകയാൽ എൻ്റെ മനം എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു. 3-4 വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ പ്രത്യാശയില്ലാതെ നിരാശയുടെ വാക്കുകൾ പറയുന്ന ഒരു സങ്കീർത്തനക്കാരൻ. ജീവിതത്തിൽ ശത്രുക്കൾ തന്നെ ഉപദ്രവിക്കുവാൻ തീർന്നപ്പോൾ തന്നെ നിലത്തിട്ട് തകർത്തവനെ പോലെ ഇനി എഴുന്നേറ്റ് വരുവാൻ കഴിയാതെ ഒരു മരിച്ചവനെ പോലെ ഇരുട്ടിൽ പാർക്കുന്ന അവസ്ഥകൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ തൻ്റെ മനസ്സ് ഉള്ളിലേറ്റവും വിഷാദിക്കുമെന്നൊക്കെ ഉടനെയെത്തു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു, നിന്നുപോയതുപോലെ. ജീവനുണ്ടോ എന്ന് പോലും സംശയിക്കത്തക്കവണ്ണ നിലയിൽ അവനായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അവിടെ പറയുന്നത്. കാരണം പുറമേയുള്ള പ്രശ്നങ്ങൾ തന്നെ അതുപോലെ ഹല്ലേലൂയ അത് അമ്മ അസ്വസ്ഥപ്പെടുത്തുവാനിടയെ തീർന്നു, തന്നെ നിരാശനാക്കുവാനിടയെ തീർന്നു, തന്നെ പ്രതിസന്ധിയിലാക്കുവാനിടയെ തീർന്നു. ജീവിതത്തിൽ ഹല്ലേലൂയ അത് മുഖാന്തരം ഉള്ള വിഷാദം കൊണ്ട് ഇങ്ങനെ നീറുന്ന അവസ്ഥയിൽ ആയിരിക്കുന്ന ഒരു സങ്കീർത്തനക്കാരൻ. എന്നാൽ അടുത്ത വാക്യത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തിയിൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ബലത്തിൽ അദ്ദേഹം പറയുക, 5-ാം വാക്യം: ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു, നിന്റെ സകല പ്രവൃത്തികളെയും അല്ലെങ്കിൽ ഞാൻ ധ്യാനിക്കുന്നു, നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു. ഹല്ലേലൂയ. പണ്ടത്തെ നാളുകളെ ഓർത്തുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ദൈവം അത്ഭുതം പ്രവർത്തിച്ച കാര്യവും വിടുവിച്ച കാര്യവുമൊക്കെ ഓർത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു സങ്കീർത്തനക്കാരൻ നമുക്കിവിടെ കാണുവാൻ കഴിയും. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. എന്ന പകൽക്കാലം നിരാശയിലൂടെയും വേദനയുടെയും വിഷാദത്തിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിന്മേൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഓർക്കുവാനിടയായി തീരണം. കഴിഞ്ഞ നാളുകളിൽ എന്നെ അത്ഭുതകരമായി നടത്തിയൊരു ദൈവം, എൻ്റെ വിഷയങ്ങളിന്മേൽ ആമേൻ ഹല്ലേലൂയ കൈപിടിച്ച് നടത്തിയൊരു ദൈവം, ആരും സഹായമില്ലാതിരുന്നപ്പോൾ തുണയായി എൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് എൻ്റെ വിഷയങ്ങളിന്മേൽ ഇടപെട്ട് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ 77-ാം സങ്കീർത്തനം 11-ാം വാക്യം ഒന്ന് വായിക്കുവാനിടയായി തീരാം. 77-ാം സങ്കീർത്തനം 11-ാം വാക്യം: செயல்களை நினைவு கூறுவேன், உம்முடைய பூர்வ காலத்து அதிசயங்களையே நினைவு கூறுவேன். ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ പ്രവൃത്തികളെയൊക്കെയും ഒന്ന് ഓർക്കുവാൻ പ്രതിസന്ധികളുടെ നടുവിലിടയായി തീരണം, പ്രശ്നങ്ങളുടെ നടുവിലിടയായി തീരണം,
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെയും 12-ാം വാക്യം പറയാം, ഞാൻ നിന്റെ സകല പ്രവർത്തികളെയും കുറിച്ച് ധ്യാനിക്കും. ഇടയ്ക്ക് ഞാൻ ധ്യാനിക്കും, ഇടയത്തിരണം. ദൈവം എനിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികൾ, നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും. ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അടയാളങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അത് ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. നിന്നിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ കാര്യങ്ങളൊക്കെയും ഓർത്തപ്പോൾ ആമേൻ, സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുക, 6-ാം വാക്യം 143-6, ഞാൻ എൻ്റെ കൈകളെ നിങ്കലേക്ക് മലർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. വരണ്ട നിലം പോലെ എൻ്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. വരണ്ട നിലം പോലെ എൻ്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. വരണ്ട നിലം വെള്ളത്തിനായി ദാഹിക്കുന്നത് പോലെ, അതുപോലെ എൻ്റെ ഹൃദയം പ്രൈസ് ദി ലോർഡ് നിനക്കായി ദാഹിക്കുന്നു പറയുക സങ്കീർത്തനക്കാരൻ. 42-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ആ ഒരു ദാഹവും ആഗ്രഹവും വാഞ്ചയും ഒക്കെയും നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആ വരണ്ട നിലത്തെ ആമേൻ ദൈവം ആമേൻ നീരുറവുകളാൽ തുറക്കുവാൻ തക്കവണ്ണം നമ്മുടെ എത്തിരും. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ യെശയ്യാപ്രവചന പുസ്തകം 44-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, യെശയ്യാപ്രവചന പുസ്തകം യെശയ്യാ ചാപ്റ്റർ 43 വേഴ്സ് 3, 44 വേഴ്സ് 3. தாகமுள்ளவன் மேல் தண்ணீரையும் வறண்ட நிலத்தின் மேல் ஆறுகளையும் ஊற்றுவேன். உன் சந்ததியின் மேல் என் ஆவியையும் உன் சந்தானத்தின் மேல் என் ஆசீர்வாதத்தையும் ஊற்றுவேன். പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ഇന്ന് പകൽക്കാലം ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്ക്. നമ്മുടെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അല്ലെങ്കിൽ വരണ്ട നിലം പോലെ എൻ്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എൻ്റെ പ്രാണൻ എന്തിനു വേണ്ടി ദാഹിക്കുന്നുവോ ആമേൻ, അവിടെ നീരൊഴുക്കുകൾ പകരുന്നൊരു ദൈവമുണ്ട്. നിന്നെ ജീവിപ്പിക്കുവാൻ വേണ്ടി, നിന്നെ ബലപ്പെടുത്തുവാൻ വേണ്ടി, നിന്നെ ശക്തീകരിക്കുവാൻ വേണ്ടി ഈ ദൈവവചനത്തിന് നീരുറവകളെ നിനക്ക് വേണ്ടി തുറന്നു തന്ന് നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ വേണം. ആമേൻ, സ്തോത്രം. എൻ്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വരണ്ട നിലം പോലെ ആയിരിക്കുന്ന അവസ്ഥയാണോ? ആമേൻ, ഹല്ലേലൂയ. ദൈവമേ, ഇന്ന് പകൽക്കാലം എന്നെ ഏൽപ്പിച്ചു തരുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, വരണ്ട നിലത്ത് നീരൊഴുക്കുകളെ പകരുന്നൊരു ദൈവം എൻ്റെ ദൈവം. ഹല്ലേലൂയ. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെ പകരുന്നൊരു ദൈവം. ഇന്ന് പകൽക്കാലം ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകർന്ന്, അങ്ങയുടെ അനുഗ്രഹത്തെ ഞങ്ങളുടെ മേൽ പകർന്ന്, പ്രൈസ് വരണ്ട നിലത്ത് നീരൊഴുക്കുകളെ പകർന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അടുത്ത 7-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, യഹോവയെ വേഗം എനിക്ക് ഉത്തരമരുളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ആത്മാവ് കാംക്ഷിക്കുകയാണ് കർത്താവിൻ്റെ ആ മറുപടിക്ക് വേണ്ടി,
അമേൻ കാംക്ഷയോടെ ആഗ്രഹത്തോടായിരിക്കുന്ന ഒരു സങ്കീർത്തനക്കാരൻ തന്റെ പ്രാർത്ഥനയിൽ താൻ പ്രാർത്ഥിച്ച് എണ്ണിച്ച പോക മാത്രമല്ല, ദൈവമേ അതിന് ഉത്തരം എനിക്ക് ലഭിക്കുവാൻ ഞാൻ കാംക്ഷയോടെ വാഞ്ചയോടെ ആയിരിക്കുന്നത് പറയുന്ന ഒരു സങ്കീർത്തനക്കാരൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഓരോ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഞാൻ കുഴി ഇറങ്ങുന്നവരെ പോലെ ആകാതിരിക്കുവാൻ നിന്റെ മുഖത്തെ എനിക്ക് മറക്കരുത്. രാവിലെ നിന്റെ ദയനെ കേൾക്കുമാറാക്കണമേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ഞാൻ എൻ്റെ ഉള്ളം നിങ്കിലേക്ക് ഉയർത്തുന്നുവല്ലോ. പിന്നെ ദൈവസന്നിധി പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് കയ്യിൽ എന്നെ ഏൽപ്പിക്കരുത്. അതിനകത്തുനിന്ന് എന്നെ വിടുവിക്കണമേ. നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു. പ്രൈസ് ദി ലോർഡ്. മറയുവാൻ, ആശ്രയിക്കുവാൻ നമുക്കൊരുവൻ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്. യഹോവയെ നിന്റെ നാമനിമിത്തം ജീവിപ്പിക്കണമേ. നിന്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ. നിന്റെ ദയയാൽ എൻ്റെ ശത്രുക്കളെ സംഹരിക്കണമേ. എൻ്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരൊക്കെ നശിപ്പിക്കണമേ. ഞാൻ നിന്റെ ദാസനാകുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തന്റെ ദാസനെ പരിപാലിക്കുന്ന ദൈവം, ശത്രുവിന്റെ കരത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം, സകല കഷ്ടത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ദൈവം, അവൻ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുവാൻ കടന്നു വരുമ്പോൾ ദൈവമേ നമ്മെ തന്നെ ഒന്ന് ക്രമീകരിച്ച് ദൈവമേ അതിന്മേൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും വേണ്ടി ഏറ്റുമ്പോൾ ആ പ്രാർത്ഥന സ്വർഗം കേൾക്കുവാൻ തക്കവണ്ണം വേണ്ടി ഏറ്റുവരും. ആമേൻ, സ്തോത്രം. എന്ന പകൽക്കാലം ആ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് ഈ സങ്കീർത്തനം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങളെ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.